ഖബറിന്റെ അദാബിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവോട് രക്ഷ തേടണേ. ഖബർ കൂരിരുട്ടാണ് സഹോദര, പീഡനങ്ങളുടെ കേന്ദ്രമാണ് സഹോദര, ശിക്ഷകൾ കൊണ്ട് മേച്ചിൽപുറങ്ങളാണ് റബ്ബ് അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. അവിടെ നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ, അത് വിശാലമാകണമെങ്കിൽ, ഖബർ നമ്മെ ഇടുക്കാതിരിക്കണമെങ്കിൽ, നരകം രാവിലെയും വൈകുന്നേരവും കാണാതിരിക്കണമെങ്കിൽ നാം കൃത്യമായി യാത്ര പോകേണ്ട മരണമാണ്. ഇവിടെ റസൂലുള്ള പറയുന്നത് കേട്ടോളൂ. സുമ്മഖാല, അവിടെ നിന്ന് പറയുകയാണ്, ഖാല ഇന്നൽ അബ്ദ അൽ മുഅ്മിന ഇദാ കാന ഫീ ഇൻഖിതാഉം മിനദ് ദുനിയാ വഇഖ്ബാലും മിനൽ ആഖിറ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഈ ലോകത്ത് നിന്ന് ഒരു സത്യവിശ്വാസി സകല ബാധ്യതകളും തീർത്തുകൊണ്ട് അവന്റെ കുടുംബത്തോട്, അവന്റെ ബന്ധുക്കളോട്, അവന്റെ സ്വത്തിനോട്, ഈ ദുനിയാവിലെ ജീവിതത്തോട് വിട പറഞ്ഞുകൊണ്ട് അവൻ ആഖിറത്തിലേക്ക് കുതിക്കുമ്പോൾ നസല ഇലൈഹി മലക്കും മിനസ്സമാ. ആ യാത്രയ്ക്ക് വേണ്ടിയതാ സഹോദരങ്ങളെ ഒരുപാട് സംവിധാനങ്ങൾ പടച്ചവൻ ഒരുക്കുകയാണ്. ഹദീസിലുള്ളത്, ഒരു സംഘം മലക്കുകൾ ഇറങ്ങി വരും ആകാശത്ത് നിന്ന്, ഉപരിലോകത്ത് നിന്ന്. മാത്രമല്ല ആ മലക്കുകളുടെ പ്രത്യേകത രൂപങ്ങൾ പോലും പറഞ്ഞു. വെളുത്ത മുഖമുള്ള മലക്കുകളാണ്. കഅന്ന വജൂഹും ശംസു, സൂര്യനെ പോലെ പ്രഭചൊരിയുന്ന മലക്കുകളാണ്. മാഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നല്ല ഒരു പുടവ അവരുടെ കയ്യിലുണ്ട്. നമ്മുടെ 250 രൂപയുടെ ആ മല്ലിന്റെ തുണിയല്ല, അതൊക്കെ നമുക്ക് മയ്യത്തിനോടുള്ള കടപ്പാടിന്റെ ഭാഗമായിട്ട് കുളിപ്പിച്ച് നമ്മൾ പൊതിയുന്നതാണ്. അതല്ല ആ സത്യവിശ്വാസിക്കുള്ളത്, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പുടവയാണുള്ളത്. മാത്രമല്ല അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, അതോടൊപ്പം തന്നെ മഹനൂത്തും മിൻ ഹനൂത്തിൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു സുഗന്ധത്തിന്റെ ദ്രവ്യക്കുപ്പിയുമുണ്ട്. അപ്പൊ സുഗന്ധത്തിന് ദ്രവ്യക്കുപ്പിയുമായി, സ്വർഗത്തിലെ നല്ല 1-ാം നമ്പർ കഫൻ പുടവയുമായി, വെളുത്ത സൂര്യസമാനം പ്രകാശിക്കുന്ന സൗന്ദര്യവാന്മാരായ മലക്കുകളെ സഹോദരങ്ങളെ ഇറങ്ങി വന്നിട്ട് ഹത്താ യജ്ലിസു മിൻഹു മദ്ദൽ ബസർ, ഈ വിശ്വാസിയുടെ കണ്ണെത്തുന്ന ദൂരത്തവിടെ ഇരിക്കുകയാണ്. മരണത്തെ കൃത്യമായി അഭിമുഖീകരിക്കുന്ന വിശ്വാസി ഈ രംഗമതാ കാണുന്നു. പടച്ചവൻ കാണിച്ചു കൊടുക്കുന്നു. ഒരാളോട് ഞാനിത് കാണുന്നുണ്ട് എന്ന് പറയാനോ അത് പകർത്താനോ സംവിധാനമില്ല. അങ്ങനെ കാണുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. സുമ്മ യജീഉ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം, മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം അതാ ആ കണ്ണെത്താ ദൂരത്ത് കാത്തിരിക്കുന്ന മലക്കുകളുടെ കൂടെ നിന്ന് ഇവന്റെ അരികിലേക്ക് വരികയാണ്. എന്നിട്ട് വയജ്ലിസു ഇൻദ റഅസിഹി, ഇവന്റെ തലഭാഗത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ട് 2 കൈയും ഇവനോട് നീട്ടിക്കൊണ്ട് പറയുന്നത് എന്താണ്? ഫയഖൂലു, ആ മലക്കുൽ മൗത്ത് പറയുന്നു, അയ്യത്തുഹൻ നഫ്സു ത്വയ്യിബ്, ഏ പരിശുദ്ധമായ ആത്മാവേ, ഉഖ്രിജീ, നീ പുറപ്പെട്ടുകൊള്ളുക, ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹുവിന്റെ പാപമോചനമാകുന്ന സ്വർഗത്തിലേക്ക് അള്ളാഹു തൃപ്തിപ്പെട്ടുകൊണ്ട് നീ മടങ്ങിപ്പോരൂ എന്ന് വിളിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ൽ 32 വീണ്ടും ആ അഭിസംബോധന നമുക്ക് വ്യക്തമായി പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അല്ലദീന തതവഫാഹുമുൽ മലായികത്തുൻ ത്വയ്യിബീന യഖൂലൂന സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. എത്ര വ്യക്തമായിട്ടാ റബ്ബ് പറയുന്നത്. അതായത് നല്ല ഒരു വിശ്വാസിയായിരിക്കെ അവന്റെ അടുക്കലേക്ക് മലക്കുൽ മൗത്ത് വന്നിട്ട് അവനോട് പറയുന്നത് എന്താണ്? നിനക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ, നിന്റെ മേൽ അല്ലാഹുവിന്റെ സമാധാനമുണ്ടാകട്ടെ, നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ. നീ പ്രവർത്തിച്ചത് നേടിയെടുക്കാൻ ഒരുപാട് നിബന്ധനകൾ പാലിച്ചില്ലേ? ഇവിടെ ഒരുപാട് അതിർവരമ്പുകൾ ലംഘിക്കാതെ സൂക്ഷ്മതയുള്ള ജീവിതം നയിച്ചില്ലേ? വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അള്ളാന്റെ മഖാമ് ഭയപ്പെട്ടുകൊണ്ട് ദേഹേച്ഛയെ പിടിച്ചു വെച്ച് അതിനെ ചെങ്ങലക്കിട്ട് നിയന്ത്രിച്ച് അങ്ങനെ റബ്ബിന്റെ നിയമങ്ങൾ പാലിച്ച് ധാർമ്മികത സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തുകൊണ്ട് ജീവിച്ചവർക്ക് വേണ്ടിയാണ് സ്വർഗമുള്ളത്. ആ സ്വർഗത്തിലേക്ക് റബ്ബ് വിളിക്കുമ്പോൾ, മലക്കുൽ മൗത്ത് വിളിക്കുമ്പോൾ കൂടെ വന്ന മലക്കുകൾ ആശീർവാദങ്ങളുടെ പിന്നെ പൂച്ചെണ്ടുകൾ അർപ്പിക്കപ്പെടുകയാണ്. ചുരുക്കി പറയട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഈ റൂഹ് എങ്ങനെയാണ് കടന്നു വരുന്നത്? മലക്കുൽ മൗത്തിന്റെ കയ്യിലെ
കയ്യിലേക്ക് എങ്ങനെയാ വരുന്നത്? ഖാല ഫതഖ്റുജു തസീലു കമാ തസീലുൽ ഖത്രത്തു മിൻ ഫീഹി സഖാഉ ഫയഖുദുഹാ. ഒരു കൂജയിൽ നിന്ന് വെള്ളം താഴേക്ക് വരുന്ന പോലെ ഒരു തടസ്സവുമില്ലാതെ വിശ്വാസിയുടെ റൂഹ് മലക്കുൽ മൗത്തിന്റെ കയ്യിലേക്ക് വരും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മുടെ റൂഹ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ശരീരത്തിൽ നിന്ന് പുറത്തു ചാടാൻ ഇമേജസ് തുടങ്ങിയവ നിത്യവും നിങ്ങളുടെ വാട്സാപ്പിലെത്താൻ ഈ നമ്പർ സേവ് ചെയ്യുകയും ഇതിലേക്ക് സംസാരിക്കുകയും ചെയ്യുക.